വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഫലം കാത്തിരിക്കുകയാണ് അല്ലേ? സെറ്റ് എക്സാമിന്റെ ഫലം കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് എന്ത് വരാനുണ്ട്? നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ വരാനുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാണെങ്കിൽ നമുക്ക് ഒരു ഓഗസ്റ്റ് 24-നായിരുന്നു നമ്മുടെ എക്സാം അല്ലെ? ഓഗസ്റ്റ് 24-ന് എക്സാം കഴിഞ്ഞ് പ്രൊവിഷണൽ ആൻസർ കീ വന്നു. പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഏകദേശം സെപ്റ്റംബർ 28-ഓടുകൂടിയാണ് എന്ത് വന്നത്? റെക്ടിഫൈഡ് ആൻസർ കീ വന്നത്. അതായത് അത്രയും ലേറ്റ് ആയി. അപ്പൊ ഇപ്പോൾ അത്രയും ലേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്ത് വരാം? റെക്ടിഫൈഡ് ആൻസർ കീ വരാം. അതിനുശേഷം സെപ്റ്റംബർ 29 ആയിരുന്നു എന്ത് വന്നത്? നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതായത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലെ? അപ്പൊ ഏകദേശം ഇപ്പൊ എന്താവാറായി? പകുതി മന്താവാറായി അല്ലെ? അപ്പൊ ഉടനെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? റെക്ടിഫൈഡ് ആൻസർ കീ പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ റെക്ടിഫൈഡ് ആൻസർ കീ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഹോപ്പ് കൈവിടണ്ട കേട്ടോ. ചിലപ്പോൾ ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന്, സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വരാം, ക്യാൻസലേഷൻ വരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത് നിൽക്കുന്ന മാർക്കിന്റെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ആ ഡിലീഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് കുറച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ പ്രോസ്പെക്ടസില് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഫലപ്രഖ്യാപനം. അപ്പൊ നമ്മുടെ പ്രോസ്പെക്ടസിൽ ഫലപ്രഖ്യാപനം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രോസ്പെക്ടസ് എടുക്കുക, ശ്രദ്ധിക്കുക. നോക്കൂ, ഫലപ്രഖ്യാപനം. സെറ്റ് ജാനുവരി 2026 എഴുതിയ ഓരോ പരീക്ഷാർത്ഥിയുടെയും മാർക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പൊ വിജയിച്ചവരായി പ്രഖ്യാപിക്കപ്പെടാൻ അർഹരായവർ അവരുടെ സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി യോഗ്യത തെളിയിക്കുന്ന ചില രേഖകൾ LBS സെന്റർ ഡയറക്ടർ മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതെല്ലാം സെറ്റാക്കി വെക്കുക. നോക്കൂ, LBS സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത സെറ്റ് ജാനുവരി 2026 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പൂരിപ്പിച്ച അപേക്ഷ. അടുത്തെന്താ? ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്. എന്താണ്? ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അടുത്തെന്താണ്? B.Ed സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റും. അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്. നോക്കൂ, പേര് അല്ലെങ്കിൽ വയസ്സ് എന്നിവയുടെ തെളിവിനായി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കയ്യിലുണ്ടായിരിക്കണം. അടുത്ത, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ലഭിച്ച അംഗീകാരം, തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിലാണ്. അതുപോലെ ഖണ്ഡിക 2.2, അതായത് പ്രോസ്പെക്ടസിൽ ഒരു ഖണ്ഡിക പറഞ്ഞിട്ടുണ്ട് 2.2. അവിടെ കുറച്ച് വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവർ തങ്ങളുടെ വിഷയങ്ങളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ ആ ഖണ്ഡിക വായിച്ചു നോക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നോക്കുക. ആ സബ്ജക്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നും നോക്കുക. നോക്കൂ, ജാതി അല്ലെങ്കിൽ വിഭാഗം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസൽ രേഖ അപേക്ഷ അയക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിലുള്ളത്. അപേക്ഷ അയക്കുന്ന തീയതി, അതായത് നിങ്ങൾ ഈ എക്സാമിന് അപേക്ഷിച്ചിട്ടില്ലേ, ആ തീയതിയിൽ പ്രാബല്യത്തിലുള്ളതായിരിക്കണം. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ അസലാണ് കേട്ടോ. നോക്കൂ, സെറ്റ് പരീക്ഷ എഴുതിയ അവസാന വർഷ ബിരുദ അല്ലെങ്കിൽ B.Ed വിദ്യാർത്ഥികൾ LBSന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത നിർദ്ദിഷ്ട സത്യവാങ്മൂലം, ഞാൻ കാണിക്കാം, ഡിക്ലറേഷൻ ഫോം കാണിക്കാം കേട്ടോ. പഠിച്ച സ്ഥാപനത്തിലെ മേധാവി സാക്ഷ്യപ്പെടുത്തിയത്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച സ്ഥാപനത്തിലെ മേധാവി
സാക്ഷ്യപ്പെടുത്തിയത്. അത് എന്ത് ചെയ്യണം? അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ആ ഡിക്ലറേഷൻ ഫോം നിങ്ങളുടെ സൈറ്റിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാണിക്കാം. നോക്കൂ, അടുത്ത സ്വയംഭരണ കോളേജുകളിൽ നിന്ന് യോഗ്യത നേടിയ അപേക്ഷകർ ബന്ധപ്പെട്ട സർവകലാശാല നൽകുന്ന BEd അല്ലെങ്കിൽ PGയുടെ പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സമർപ്പിച്ചാൽ മാത്രമേ ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഓർത്തോളൂ, എന്താണ്? സ്വയംഭരണ കോളേജുകളിൽ നിന്ന് യോഗ്യത നേടിയ അപേക്ഷകർ ബന്ധപ്പെട്ട സർവകലാശാല നൽകുന്ന BEd അല്ലെങ്കിൽ PGയുടെ പ്രൊവിഷണൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സമർപ്പിച്ചാൽ മാത്രമേ ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടവർ, അതായത് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ വിജയിച്ചവർ എന്ത് ചെയ്യണം? അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം പരിശോധിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? 1 വർഷത്തിനകം വാങ്ങിയാൽ മതി സർട്ടിഫിക്കറ്റ്. ചിലരൊക്കെ ഉണ്ട് 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാഹചര്യവശാല് വാങ്ങാൻ കഴിയാത്തവര് ഉണ്ട്, അവർക്കൊക്കെ വാങ്ങാം കേട്ടോ. നോക്കൂ, പരീക്ഷാ ഫലപ്രഖ്യാപനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിനുള്ളിൽ, അതായത് ആ 1 വർഷവും കഴിഞ്ഞ് അടുത്ത വർഷത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കുന്നവരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പിഴയായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം? 500 രൂപയും പിന്നീട് വരുന്ന ഓരോ വർഷത്തിനും പിന്നെ എന്ത് കൊടുക്കണം? 250 രൂപ വീതം അധികവും കൊടുക്കണം. പിഴയായിട്ട് അവര് ചുമത്തും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? സെറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അപ്പൊ ഇപ്രകാരം അടയ്ക്കേണ്ട തുക ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന നിങ്ങൾ എന്ത് ചെയ്യണം? നൽകണം. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, അടുത്ത ഖണ്ഡിക 17. അപ്പൊ ഖണ്ഡിക 17 നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചു നോക്കുക. അത് പ്രകാരം രേഖകൾ ഹാജരാക്കിയ വിജയിച്ച പരീക്ഷാർത്ഥികൾക്ക്, അപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം വിജയിച്ചവർക്ക് രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയ സെറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷ എഴുതിയത്? പ്രൊവിഷണൽ ആയിട്ടാണ് എഴുതിയത് അല്ലെ. ഇനി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നോക്കൂ. ഒരിക്കൽ നൽകിയ സെറ്റ് സർട്ടിഫിക്കറ്റ് കൈമോശം വന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ LBS സെന്റർ ഡയറക്ടറോട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം. ഇപ്പൊ ചിലരൊക്കെ വിളിച്ച് ഞങ്ങളോട് സംശയം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയാത്തവരുണ്ട്, 1 വർഷത്തിന് ശേഷം വാങ്ങാത്തവരുണ്ട്. അപ്പൊ അവരോടൊക്കെയാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോസ്പെക്ടസ് എടുത്ത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഈ പിഴത്തുകയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു കൈമോശം വന്നു പോയിട്ടുണ്ടെന്ന്, അവരെന്ത് ചെയ്യണം? LBS സെന്റർ ഡയറക്ടറോട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം കേട്ടോ. അപേക്ഷിക്കുമ്പോൾ താഴെ പറയുന്ന രേഖകൾ ഹാജരാക്കണം എന്ന് മാത്രം. ഏതൊക്കെയാണ്? LBS സെന്റർ ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 1000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD എടുക്കണം. എത്ര രൂപയുടെയാണ്? 1000 രൂപയുടേത്. 100 രൂപയുടെ മുദ്രപത്രത്തിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതായി നോട്ടറിയെ കൊണ്ടോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ കൊണ്ടോ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം, ഇതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ, ഇത്രയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഉചിതമായത് എന്താ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൂക്ഷിക്കുക. അതേ മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ഇല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടൊക്കെ നേരിടും കേട്ടോ. ഇനി നിയമപരിധി എന്താ? നിയമപരിധിയുടെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ജാനുവരി 2026 മേലുള്ള തർക്കങ്ങളും പരാതികളും, നിങ്ങൾക്ക് എന്ത് തർക്കം ഉണ്ടെങ്കിലും പരാതി ഉണ്ടെങ്കിലും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിക്കുള്ളിലായിരിക്കും അത്. മനസ്സിലായോ? ഇനി നിയമനിർമ്മാണത്തിലുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഇനി പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും? അന്തിമമായിരിക്കും. അപ്പൊ തർക്കങ്ങളൊക്കെ ഇവിടെ കഴിയും കേട്ടോ. അതൊക്കെ നമ്മുടെ പരിധിക്കുള്ളിലല്ല.
കേട്ടോ. കേരള ഹൈക്കോടതി അതൊക്കെ എവിടെയായിരിക്കും? കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിക്കുള്ളിലായിരിക്കും കേട്ടോ. ഇനി നോക്കൂ, സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച PG അല്ലെങ്കിൽ B.Ed അവസാന വർഷ വിദ്യാർത്ഥികൾ സെറ്റ് പരീക്ഷയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള ഒരു സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ മാതൃക LBSന്റെ സൈറ്റിലുണ്ട്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, ഡിക്ലറേഷൻ ഫോം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന്റെ മേലധികാരിയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഇതെല്ലാം കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെറ്റിന്റെ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫലപ്രഖ്യാപനത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സാക്ഷ്യപ്പെടുത്തിയ ഈ ഡിക്ലറേഷൻ ഫോം ഒക്കെ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുക കേട്ടോ. അപ്പൊ ഇനി 1-2 മാർക്കിനൊക്കെ എനിക്ക് കിട്ടത്തില്ല, സെറ്റ് കിട്ടത്തില്ല മിസ്സേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരെ വിഷമിക്കേണ്ട. എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഒരുവിധം പഠിച്ച് സെറ്റാണ്. നിങ്ങൾക്ക് ഇനി ഒരു റിവിഷന്റെ ആവശ്യമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഇങ്ങനെ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക? അതിനെ എന്താ നമ്മൾ തേച്ച് മിനുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. യാതൊരു കാരണവശാലും മടി പിടിച്ച ബുക്ക് മടക്കി വെക്കരുത്. നിരാശയായിട്ട് ഒരിക്കലും ഇരിക്കാനും പാടില്ല. നമ്മളിവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ആപ്പിലെ ക്ലാസ്സുകൾ, അതുപോലെ വീക്കിലി എക്സാമുകൾ, നിങ്ങളുടെ ലാസ്റ്റിൽ എഴുതിയ നിങ്ങളുടെ 15 എക്സാമുകൾ നിങ്ങൾക്കറിയാലോ. 10 ജനറൽ പേപ്പറിന്റെ എക്സാം, അതുപോലെ 5 സബ്ജക്റ്റ് എക്സാം, അതൊക്കെ എഴുതിയ കുട്ടികൾ നല്ല സെറ്റായിട്ട് എഴുതിയിട്ടുണ്ടാകും. വെറുതെ എക്സാം എഴുതിയിട്ട് കാര്യമില്ല. എങ്ങനെ തന്നെ എഴുതണം? നമ്മൾ നടത്തുന്ന എക്സാം ആണെങ്കിലും CC നടത്തുന്ന എക്സാം ആണെങ്കിലും വെറുതെ ഒരു കുട്ടി എഴുതിയിട്ട് കാര്യമില്ല. എങ്ങനെ തന്നെ എഴുതണം? നമ്മൾ പറയുന്ന മെത്തേഡിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വീക്ക്ലിയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതി സംശയങ്ങളൊക്കെ മെൻറ്ററോട് ചോദിച്ച് മാറ്റി അതൊക്കെ കൃത്യമായിട്ട് നടത്തിയിട്ട് ലാസ്റ്റിലെ 15 എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾ സെറ്റ് ആവൂ. അല്ലാതെ ലാസ്റ്റിൽ വന്നിട്ടാ ഞാൻ ഈ എക്സാം CC തന്ന ഈ 15 എക്സാം എഴുതിയാൽ ഞാൻ ക്രാക്ക് ചെയ്യും, അങ്ങനെ ഒരു രീതി അല്ല. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ആ എക്സാമും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് സെറ്റാകാൻ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ മെത്തേഡുകളും ഞങ്ങൾ പറഞ്ഞു തരും. അതിലൂടെ നിങ്ങൾ കടന്നു പോകണം, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കടന്നു പോകണം കേട്ടോ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? 400-ലധികം ലൈവ് ക്ലാസ്സുകളാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ 400-ലധികം ലൈവ് ക്ലാസ്സുകളാണ്. വീക്ക്ലി മോഡൽ എക്സാം, ഡെയിലി വർക്കൗട്ട്, അത് വളരെ പ്രധാനമാണ് കേട്ടോ. ഡെയിലി വർക്കൗട്ട്, മെന്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ്, PYQ ഡിസ്കഷൻ. ഏകദേശം 2016 മുതൽ ഈ കഴിഞ്ഞ 2025 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആഴത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ എക്സാം ഹാളിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർ എന്തായാലും എന്ത് ചെയ്യും? സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഈ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടല്ലോ. അപ്പൊ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണോ പഠിക്കാൻ താല്പര്യം? നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സ് എല്ലാ സബ്ജക്റ്റിനും ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ജനറൽ പേപ്പറിനും ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടോ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ് കേട്ടോ. CCയെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കും? നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങൾ തീർത്ത് കൊടുക്കും കേട്ടോ. അപ്പൊ അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കുക. അടുത്ത സെറ്റ് എക്സാം നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.